യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈശോ നല്ല ഇടയനാണെന്നും ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ഇടയനാണെന്നുമൊക്കെ ഈശോ പറയുന്ന പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ വചനം നമ്മൾ കാണുക. ഈശോ ആടുകളുടെ വാതിലാണ് എന്ന്. ആ ഈശോയാകുന്ന വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കുമെന്നാണ് അവിടുന്ന് പറയുക. പുറത്തേക്ക് വരുന്നവർക്ക് പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്താൻ, അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി വളർച്ചയും നന്മയും അഭിവൃദ്ധിയും ഉണ്ടാകാൻ ഇടയാകുന്നു. യേശുവാകുന്ന വാതിലിലേക്ക് എല്ലാവരെയും അവിടുന്ന് ക്ഷണിക്കുന്നുണ്ട്. വാതിൽ എന്ന് പറഞ്ഞാൽ വാ ഇതിലെ എന്നാണ്. എല്ലാവരോടും പറയുകയാണ്, ഇതിലെ വാ, എന്നിലൂടെ നിങ്ങൾ രക്ഷ പ്രാപിക്കുക എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വീടിനും അല്ലെങ്കിൽ പറമ്പിനുമൊക്കെ ചുറ്റും നമ്മൾ മതിൽ കെട്ടാറുണ്ട്. മതിലെന്ന് പറഞ്ഞാൽ മതി ഇതിലെ എന്നാണ്. ഇതിലെയുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു ആർക്കും. അപ്പം നമ്മുടെ മതിലുകൾ കെട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മളുള്ള മറ്റുള്ളവരുടെ ഇടപെടലിൽ നമ്മൾ മതിൽ കെട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ബന്ധങ്ങൾ വിച്ഛേദിക്കുകയാണ്. എന്നാൽ നമ്മൾ വാതിലുകളാണ് സ്ഥാപിക്കുന്നതെങ്കിൽ, നമ്മുടെ ബന്ധങ്ങളിൽ വാതിലുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരെയും നമ്മൾ അകത്ത് പ്രവേശിക്കാൻ അനുവദിക്കുന്നു. നമ്മുടെ ജീവിതം എല്ലാവർക്കുമായി തുറന്നിടുന്ന, എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. നമ്മൾ തന്നെ വിലയിരുത്തി നോക്കാം, നമ്മൾ വാതിലുകളാണോ മതിലുകളാണോ സൃഷ്ടിക്കുന്നത് എന്ന്. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.